എന്താണ് ഇത് നീ കട്ട് ചെയ്ത് കഴിഞ്ഞാ ചവിട്ടി കൂട്ടു. പിന്നെ ഡിറ്റ ബീഫ് ഉണ്ടാകും, ഞാനും ബീഫ് ഉണ്ടാക്കും. അല്ല കറി മാത്രമേ ഞാൻ ഉണ്ടാക്കുള്ളൂ. ആണെങ്കിൽ മുറിച്ചുതരാം. പണ്ട് ഓർമ്മയുണ്ട ഒരു ബീഫിന്റെ വീട് എടുത്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു മറ്റേ ക്യാമറയില്. ആ ഓഫീസിലെത്തിയിട്ട് അന്ന് ഓഫീസിൽ മറ്റു പരിപാടി ഉണ്ടായപ്പോ ഈ വീഡിയോ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ല, കളഞ്ഞാളാന്ന് പറഞ്ഞു. അന്ന് കഷ്ടപ്പെട്ട് ഞാൻ എടുത്ത വീഡിയോ, അന്ന് ഉണ്ടാക്കിയ ബീഫ്. ഈ ബ്ലഡി ഇന്ത്യൻ ഇതുപോലെ എത്ര എത്ര വീഡിയോസ് ഇടാണ്ടും കളയാൻ ഇങ്ങനെ ഇരിക്കണമെന്ന് പറയാം. നിനക്ക് ഒരു അസിസ്റ്റന്റ് വെക്കട്ടെ? അതൊരു പെണ്ണ്, അത് ഞാനൊരു കല്യാണം ഉണ്ടാകല ഞാൻ ചിലപ്പോൾ അസിസ്റ്റന്റ് ആയി കാശലും ഇല്ല. ബുദ്ധി അങ്ങനെയുണ്ട് ബുദ്ധി. അപ്പൊ നിനക്ക് സഹായം ഒരു നല്ല മൂർച്ചുള്ള കത്തി കവളപ്പന്നി കൂടെ എടുത്ത് വെറുപ്പിക്കലോ, ആൾക്കാർ കാണില്ല. വീഡിയോയില് വരാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ ചിന്നിനോട് മെസ്സേജ് അയക്കാൻ വേണ്ടി ഫോൺ എടുക്കാൻ പറഞ്ഞു. അവൾ അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ കയറുന്നു. അയ്യോ നമ്മളെ കിച്ചൺ ഇച്ചിരി ഡേർട്ടി ആയിട്ട് കിടക്കാണ്. കാരണം പിന്നെ ഡിറ്റ ഉച്ചക്ക് ഉറങ്ങില്ലാട്ടാ. ഡിറ്റക്ക് വീട് കണ്ട് എക്സസൈസിന്റെ വീഡിയോ 5 വീഡിയോ എടുക്കണം. അത് കഴിഞ്ഞിട്ട് എവിടേക്കുള്ളൂ. എനിക്ക് റെസ്റ്റാ. സാറ്റർഡേ സൺഡേ റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാം മാറ്റി വെക്കണത്. പോയി പണിയൊക്കെ ഈ 2 ആഴ്ച വീഡിയോ എടുത്താൽ പിന്നെ കഴിഞ്ഞു, പിന്നെ ഫുൾ റെസ്റ്റ്. ഓക്കെ, സോ 1 മണിക്കൂർ പണിയെടുത്ത് വെച്ചു. ഫിനിഷ് ചെയ്തിട്ട് 2 കഷ്ണം വീഡിയോക്ക് മാത്രം 2 കഷ്ണം അരിഞ്ഞ് ബാക്കിയൊക്കെ ഞാൻ അരിഞ്ഞു. ഓ എല്ലാ ദിവസവും ഇപ്പൊ വെച്ച് ചെയ്യണം. എല്ലാ ദിവസവും നമ്മൾ ബീഫ് ഉണ്ടാക്കാറില്ലല്ലോ. ഉണ്ടാക്കുന്ന ദിവസം ബീഫ് എന്നല്ല എല്ലാതും. സബോള കൂട്ടിട്ട് കാച്ചിമില്ല ഇതിലിടാ. ഉള്ളി കാച്ചാണ്ടില്ലേ? അത് വേറെ, ബീഫില് ഇത് മാത്രം ഇട്ടുണ്ടാക്കുന്നത് വേറെ. ഇത് ഇടുമ്പോ ഇത് കാച്ചി കുണ്ടി ഡെറ്റതേ സബോള അവിടെ മമ്മിയും ചേച്ചിയൊക്കെ ഉണ്ടാക്കുന്നത്. അത് ഉള്ളിക്ക് കാശ് കൂടിട്ടാ. ഒരു ഉള്ളിയാണ് ഏറ്റവും സൂപ്പർ ടേസ്റ്റ്. സബോള കുറച്ച് സബോള ഇറച്ചോ എന്നാ ഉള്ളി കൂട്ട്. കുഞ്ഞു സബോള 3 ഉള്ളി. ഞാനൊക്കെ ഷെഫാകുമ്പോണ്ട ആളായിരുന്നു. മോളെ എനിക്കറിയാത്തോണ്ടാ. നീ വിചാരിച്ചണ്ട എനിക്ക് ഒന്നും ലൈക്ക് അല്ല. നീ പറയുമ്പോ കുറെ ഞാൻ കുറെ കാര്യം നിനക്ക് പറഞ്ഞത് അറിയാം. എന്തൊക്കെയോ പണ്ട് ഇതിങ്ങനെ ബീഫൊക്കെ നിനക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നില്ലല്ലോ. കുമ്പറിയായിരുന്നു. വന്നിട്ട് ഞാൻ ഒന്ന് യൂട്യൂബിൽ നോക്കാണ്ടല്ലോ പറയാറ്. അന്ന് ഞാൻ ഫസ്റ്റത്തെ ബീഫൊക്കെ ഉണ്ടാക്കി ഞാനാ കുക്കറില്. ഞാൻ വീട്ടില് മുന്നേ ചിക്കൻ മാത്രമേ ഉണ്ടാക്കിട്ടുള്ളൂ. ബീഫ് ഇതിനൊന്നും കഴിക്കില്ല. നിന്റെ വിചാരം ബീഫ് ഉണ്ടാക്കാറില്ല. നിന്റെ വിചാരേ എനിക്കിതൊന്നും ഉണ്ടാക്കാറില്ല വിചാരിച്ചിരിക്കണേ. എനിക്കതൊന്നും വിചാരിക്കാൻ ജാട കുറച്ച് അത് ഇന്നലെ എന്റെ കയ്യിൽ നിന്ന് വീണതാ. കുറച്ചുകൂടെ ഈ സബോള ഇളക്കണ്ടേ? സബോള കുറച്ചിട്ട് വഴറ്റിയാ മതി. കുറച്ചാ പിന്നിടുമ്പോ ഇട്ടാല് ബീഫ് ഇടുമ്പോ മറ്റേ കടവറ കണ്ട ഞാനെന്റെ വീഡിയോയിലൊക്കെ കണ്ണരിയണണ്ട.
എന്താണ് നീ അക്കാന്ന് വീടിലിടാനായിട്ടാ നീ അങ്ങനെ പറഞ്ഞു. ഇപ്പൊ മുളകിട്ട്, ഇഞ്ചി ഇട്ട്, വെളുത്തുള്ളി ഇട്ട്, തക്കാളി ഇടാണ്. അപ്പൊ ഫ്രഷ് മുളക് പൊട്ടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ലല്ലോ. വേപ്പില അന്വേഷിച്ച് നമുക്ക് പോവാം. വേപ്പില എവിടെയാണെന്ന് എനിക്കറിയില്ല. നേരത്തെ ഈ മുളകിൽ നിന്ന് ഞാൻ നേരത്തെ മുളക് എടുത്തിട്ടുണ്ടായി. ഇത് വേറൊരു മുളക്. അയ്യോ, ഇത് കുറേ മുളക് ഉണ്ടായിരുന്നല്ലോ. ഗുഡ്. ഇത് കുറേ ചുമപ്പ മുളക് ഉണ്ടായിരുന്നു. വേപ്പില. ഡിറ്റ എവിടെ നിന്ന് പണിയെടുക്കുന്നു? ഡിറ്റ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പണിയെടുക്കുന്നു. അയ്യോ, ഇത് മാറാലായിരുന്നു. നിന്നെ കാണുന്നില്ല. ഞാൻ ക്യാമറ ഫോക്കസ് ചെയ്തെന്ന്. ആ ക്യാമറ ചെളിയുണ്ട്. വേപ്പില കിട്ടിയില്ല. നീ എവിടെ പറഞ്ഞ വേപ്പില? റംബൂട്ടാനല്ലോ അതെയാ? എടീ കുറെ മുളകുണ്ട്. വേപ്പില ചെറുതാണല്ലോ. ചെറിയ വേപ്പിലയാണ്. ഇതിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ചീത്തയാവോ? മതി, ധാരാളം വേപ്പില കിട്ടി ഗൈസ്. ബയോഗ്യാസ് പ്ലാന്റ്, കുരുമുളക്, കമത്തി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കാശ്മീരി മുളകും ഉപ്പും പൊളിക്കും. പിന്നെ കാച്ചണ ആവശ്യമുള്ളത് ബാലൻസ് ചെയ്യാണ്. കാച്ചേണ്ട ആവശ്യമില്ല. എന്തിനിത്? മറ്റേ മാങ്ങക്കറി അല്ല കാച്ചാൻ. നെയ്യ് വയ്ക്കാൻ പോണോ? വേണ്ട, ഒഴിച്ചോ. അതിപ്പോഴല്ല, ഇതിൽ കളർഫുൾ ആക്കിയിട്ടുണ്ട്. ഇച്ചു ഇത് ഇഷ്ടമല്ല. ഇച്ചു നിക്കണതിന് ക്ലിയർ ആയിട്ട് കിട്ടുന്നു. എടി ഇങ്ങനെയാണ് അടി പിടിക്കണ. മതി, നിറച്ചിട്ടോ. ചെയ്യണം. എണ്ണ വയ്ക്കുന്ന വെച്ചാ കുറച്ച് കീ വെച്ചാലോ. കീ വയ്ക്കുക. ഈ വീഡിയോ കാണുമ്പോ എന്റെ മമ്മി ചേച്ചി ഇവർക്ക് എന്താണ് സ്വാഭാവികം. ഇത് 8 മണിക്കും ഇതൊക്കെ കഴിവുണ്ടിട്ട് വേഗം അടി പിടിക്കും. യു ബ്ലഡി ഇന്ത്യൻ. ഒന്ന് ഇതുകൊണ്ട് ഇളക്കട്ടെ. ഓ, ബുദ്ധി വിമാനം തന്നെ. കിട്ടുന്ന കേട്ടോ അതെയാ. മദ്യയുടെ ഈ മസാല ഒക്കെ പിടിച്ചു. ഇതിന്റെ കുത്തൽ മണം പോണം. പക്ഷെ ഇപ്പൊ നെയ്യിട്ടപ്പോ നെയ്മണം. ഈ കുത്തൽ മണം അറിയണില്ല. അത് പോയി. പിടിപ്പിക്കാൻ ഇത് പുതിയ ടൈപ്പ്. നമുക്ക് തമിഴ്നാട് സ്മേര ബീഫ് കറി ഇടാം. അവ ചേച്ചി റിപ്ലൈ ഇടും, ഞാൻ ഇങ്ങനെ ഒന്നല്ല ഇടാറ്. ആൾക്കാരെ സെർച്ച് സ്മേരയോ. ശരിക്കും ഒരു വീഡിയോ ഉണ്ട്, അതിൽ തന്നെ പറയാം. അയ്യോ, ചാടി പോയാ ഡീറ്റെയിൽ ഞാൻ കൊന്നു. വെള്ളം ഒഴിച്ചോ? ആദ്യം ഒന്ന് ഇളക്കട്ടെ, ഒന്ന് പിടിക്കട്ടെ, എന്നിട്ട് വെള്ളം ഒഴിച്ച് അടച്ചേക്കാം. ഇനി മസാല ചേർക്കണ്ടേ? ഇച്ചൊന്ന് കുറച്ചേരം ഇളക്കും. അറിയില്ല. ഇളക്കിയ നല്ല പോലെ ഫുള്ള് നല്ല പോലെ ചാടിപ്പോയി. എന്താ കൈയിട്ട് ഇളക്കേണ്ടി വരും. ആ, മുകളിൽ നെയ്യ് ഒഴിക്കണം, വെളിച്ചെണ്ണ ഒഴിക്കണം. അടക്കണ മുന്നേ എണ്ണ സബോളൊന്നും ഉള്ളി ഇട്ടില്ലേ? ആ മുളകിടൂ, എൻ്റെ സ്പെഷ്യൽ മുളക്.
ഇതൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റാ. ഞാൻ ഷവർമ ഉണ്ടത് ബീഫ് ഉണ്ടാക്കിട്ട് ഭയങ്കര ഇരുന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റണ്ടായത്. കഴിക്കാനൊക്കെ പറ്റി, ഇത് പൊട്ടിക്കാണ്ട് മതി. ഫുള്ള് കളിക്കണ്ടായിരുന്നില്ലേ? ഞാൻ കളിക്കണ്ടാലോ. അത് നീ കയറി പിടിച്ചോളാം. ഇനി മസാല ഉണ്ടായ ഇനി മസാല ഒന്നും ഇടില്ല. ഈ സബോള വേണമെങ്കിൽ ഒന്ന് നിക്ക്. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്ക്. എന്റെ മുളക് എടുത്ത് കളഞ്ഞു. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഇത് പിടിച്ചേ, ഞാൻ കഴിക്കാം. കൊറേ വെച്ച് വെള്ളക്കറി ആക്കണ്ട. അതിന് വെള്ളം മതി മതി, അത്രയും മതി. നല്ലപോലെ വെള്ളം ഇറങ്ങിച്ച് പിന്നെ ആ വെള്ളം ഇനി വറ്റിക്കാൻ നിൽക്കണം. അങ്ങനെ കുരുമുളകും വെളിച്ചെണ്ണയും ഒഴിച്ചു. ഡേറ്റ സ്റ്റിൽ ഇളക്കുന്നു. ഡേറ്റയ്ക്ക് പ്രാന്തായതുകൊണ്ട് ഇളക്കുന്നു. ഇനി അടച്ചു വെക്കുക. ഇപ്പം ഞാൻ എന്തിനാ വെള്ളം ഒഴിച്ചാൽ സ്പൂൺ കഴുകുക. ഇനി അടച്ചു വെക്കുന്നു. അടയ്ക്കാനുള്ള സാധനം ഇപ്പം തപ്പുന്നു. അപ്പം മനസ്സിലാവുന്നു അടയ്ക്കാനില്ലാണ്. ഉണ്ട്. അതാണ് അതിന് കുറച്ച് ഡാലിക്കണ്ടായല്ലേ കഴുകാണ്ട്. കളറ് മഞ്ഞൾ പിടിക്കണത്. ഷെഫ് ഇങ്ങനെ ഫോട്ടോ എടുക്കാം. ഡിറ്റ ഫിനിഷിംഗ് പാർട്ടിലേക്കാണ്. ബീഫ് തുറന്നു നോക്കിയാ ഡിറ്റ ഇതില്. ഓ, ഞങ്ങളെന്ത് ചെയ്യാൻ മമ്മി എന്ത് ചെയ്യാന്നറിയാം. ഇനി ഇത് ബീഫ് ഇതിലേക്ക് കമത്തും. അങ്ങനെ തന്നെ എല്ലാരും ചെയ്യാൻ. ഞാൻ ഇത് മുകളിലേക്ക് ഇട്ടിട്ട് ഇളക്കുന്ന. അല്ല കുറച്ച് മുളക് ഇടാം. അതിനകത്ത് കഴിച്ച എരിവുണ്ടായിരുന്നാ? അതിലുണ്ട് അത്യാവശ്യം. കാശ്മീരി ഇട്ടത് കാശ്മീരി. അപ്പൊ തുറക്കാല്ലേ? നിക്ക് 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 നിക്ക്. എന്താ പൊന്നെ പറയല്ലോ. ഇതിപ്പോ മസാല വീട്ടില് നമ്മ 5 ആണ് ഇടാറ്. 3 മതിയാവായിരിക്കും. അത് ഓഫ് ചെയ്തോ. ഇവിടെ ചോറുണ്ടാക്കുന്നു. ഓഫ് ചെയ്തു. ആ പറ്റിയാ. എന്നിട്ടിത് വീട്ടില് 5 6 ഒക്കെ ഇടാറ്. ജീരകണോ? അല്ല, ഗരം മസാല. 1 2 എന്തായാലും മസാല നമ്മൾ കഴിക്കണ പെപ്പർ. ഡിറ്റയുടെ പെപ്പർ. പെപ്പർ വേണമെങ്കിൽ ഇട്ടാ മതി. അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റാണ്ടായാലേ. അതില് എണ്ണ കുറവാ. മതി. ഞാനിടാണ്. ഓഫാണോ? ഇതിന്റെ കുത്തൽ മണം ഉണ്ടല്ലോ, റോ മണം. ആ സ്മെല്ല് പോണവരെങ്ങനെ ചെയ്യണം. പക്ഷെ എണ്ണയില്ല. ഞാൻ പറഞ്ഞ ബീഫ് ഇടാൻ പോവുകയാണ്. ഡിറ്റ് തോറ്റ്. ചൂടല്ലേ? നല്ല ചൂടുണ്ട്. അതുകൊണ്ട് നിന്നോട് പറയാൻ ഡിറ്റ് വിചാരിച്ച് ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് എന്തിനാന്ന് മനസ്സിലായില്ലല്ലേ? ഡിറ്റ കമത്തുന്നു. വെള്ളം കുറവല്ല. ഞങ്ങൾ വീണ്ടും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം കുറവല്ല. അടി പിടിച്ചിട്ടുണ്ട്. ഇത് പഞ്ചസാര ഇടുന്ന. ഓ പിന്നെ അത് പഞ്ചസാര ഇട്ടിട്ട് വയറിലാവണമെങ്കിൽ വയറിലാവട്ടെ. എല്ലാവർക്കും അറിയണ കാര്യ. എനിക്കറിയാലോ. ഇതിപ്പോ സൂപ്പറായി. കളർഫുള്ളായി. ലുക്കായി. ലുക്കായിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് നന്നായിട്ട് ടേസ്റ്റ് ഡൗട്ട്ഫുൾ ആണ്. ചാറ്റിനും കൂടെ വർത്താനം പറഞ്ഞിരുന്നില്ല. ബീഫ് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിക്കാൻ. ഐസ്ക്രീം റെഡി. ചോക്ലേറ്റ് അമ്മൂൽ. പിന്നെ ചോറ്, തൈര്, പിന്നെ ഡാലുണ്ട്. പക്ഷെ വേണ്ട. ഇത് ലാസ്റ്റത്തെ ബീഫ് ചോറ്
തൈരും കഴിക്കണോ? കഴിച്ചാൽ ഇപ്പം കുറച്ച് ബീഫിന് ചാറ് തൊട്ട് നോക്കടാ ഒരേ പീസ് ബീഫിന് ചാറ് ഇങ്ങനെ തൈര് എടുക്ക എന്നിട്ട് ഇങ്ങനെ കഴിക്കാം. നീ എൻ്റെ മോഹം കണ്ട ഒന്നുകൂടെ ഞാൻ ഹാരി പോട്ടർ എവിടെ പോയി നോക്കിയതാ TV. So bye.